CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് FC മറ്റൊരു സൂപ്പർ താരം കൂടി കടന്നു വരുവാൻ പോവുകയാണ്. ഏകദേശം ഈ ഒരു സൈനിങ് ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ സൈനിങ്ങിനെ കുറിച്ചും കൂടാതെ തന്നെ ISLൽ നിന്നും ഒരു ടീം പണിയിറങ്ങാൻ സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഇനി വരുന്ന സൂപ്പർ കപ്പ് എങ്ങനെ നമുക്ക് ടിവിയിലും അല്ലെങ്കിൽ ഫോണിലും എങ്ങനെയൊക്കെ കാണാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് സൂപ്പർ കപ്പ് അഥവാ ഇനി വരാൻ പോകുന്ന ISLന് ശേഷമുള്ള സൂപ്പർ കപ്പ് മത്സരം എങ്ങനെയാണ് നമുക്ക് ഈ ടിവിയിൽ അല്ലെങ്കിൽ ഫോണിൽ എങ്ങനെയൊക്കെ കാണാം എന്ന തരത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ ഒഫീഷ്യലായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രകാരം സ്റ്റാർ സ്പോർട്സ് 3യിലും കൂടാതെ തന്നെ അതോടൊപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് ഈ രണ്ട് ചാനലുകളിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുമുള്ളൂ. ഇനി ഏതായാലും സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് ആദ്യം തന്നെ ഈസ്റ്റ് ബംഗാൾ FCയാണ്. ഏതായാലും ശക്തരെ തന്നെയാണ് അഥവാ ISLലെ തന്നെ വമ്പന്മാരായിട്ടുള്ള ഒരു ടീമിനെ തന്നെയാണ് ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC നേരിടുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യം കൂടിയാണ്. ഇതൊന്നും കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ ആ ഒരു ഫോർമേഷനും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ താരങ്ങളെ എങ്ങനെയെല്ലാമാണ് അദ്ദേഹം സ്റ്റേഡിയത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും എല്ലാവരും സ്റ്റിൽ വെയിറ്റിംഗ് തന്നെയാണ്. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് മുഹമ്മദൻസ് SCയെ കുറിച്ച് തന്നെയാണ്. നിലവിൽ 13 ക്ലബ്ബുകളാണ് ISLൽ കളിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ നിന്നും പ്രൊമോഷൻ ലഭിച്ചെത്തിയ മുഹമ്മദൻസ് SCയാണ് ഈ ലീഗിലെ പുതുമകൾ എന്നുള്ളത്. എന്നാൽ ISLൽ നിന്നും ഒരു ടീം പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുമുണ്ടായിരുന്നു. പുതുമുഖക്കാരായ മുഹമ്മദൻസ് SCയെ ISLൽ നിന്നും പുറത്താക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുഹമ്മദൻസ് SCയുടെ നിക്ഷേപകർ പിന്മാറിയതിനെ തുടർന്ന് ക്ലബിലെ പല കളിക്കാർക്കും ശമ്പളം കൊടുക്കാൻ മാനേജ്മെന്റിന് നിലവിൽ സാധിക്കുന്നില്ല എന്നതാണ്. ഇതേ തുടർന്ന് ചില താരങ്ങൾ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കളിക്കാരുടെ ശമ്പളം നൽകാത്തതിനെ തുടർന്ന് ISL സംഘാടകരായിട്ടുള്ള FSDL ക്ലബിന് ഒരു നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 ഏപ്രിൽ 11 ക്ലബ്ബ് ഈ ഒരു നോട്ടീസിന് വിശദീകരണം നൽകണമെന്നും ഉടൻ കളിക്കാരുടെ പ്രതിഫലത്തിന്റെ പ്രശ്നം പരിഹരിക്കണമെന്നുമായിരുന്നു ഇവരുടെ നിർദ്ദേശം എന്നുള്ളത്. അല്ലാത്ത പക്ഷം ക്ലബിനെ ISLൽ നിന്നും പുറത്താക്കേണ്ട നടപടികളിലേക്ക് കടക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മുഹമ്മദൻസ് ഉടൻ തന്നെ തീരുമാനം കണ്ടെത്തേണ്ടത്. ഉടൻ തന്നെ പുതിയ നിക്ഷേപകരെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അത് മുഹമ്മദൻസ് തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയായി മാറുകയും ചെയ്യും. ഏതായാലും ഈ ഒരു കൊൽക്കത്തൻ ക്ലബ്ബ് അടുത്ത സീസണിൽ ഈ ISLൽ ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഈ അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഒരു സൈനിങ് ശ്രമത്തെ കുറിച്ച് തന്നെയാണ്. അതെ, നിങ്ങളെല്ലാവരും കുറെ കാലമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ബിപിൻ സിംഗ് എന്നുള്ള മുംബൈ സിറ്റി FCയുടെ വിങ്ങറെ തന്നെ. നമുക്കറിയാം ഈ ഒരു താരം 2 വർഷത്തോളമായി അഥവാ ഈ 2 സീസണോളമായി വളരെ നല്ല രീതിയിൽ ഫോമോട്ടായി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഏതായാലും വിങ്ങറായിട്ട് വരുമ്പോൾ നോവാ സദോയുടെ ആ ഒരു പൊസിഷനിൽ തന്നെയായിരിക്കും അദ്ദേഹത്തെയും പ്ലേസ് ചെയ്യുക. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലും മുംബൈ സിറ്റി FCയിൽ നിന്നും റിലീസ് ആവാൻ പോകുന്ന ഈ ഒരു താരത്തിനെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി മുംബൈ സിറ്റി FCയുമായി അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുന്നതാണ്. ഈ ഒരു മാസമാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീ ഏജന്റ് ആയിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റ് വരാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.